മണലുകളൊക്കെ നിറച്ച് വെച്ചിട്ടുള്ള ട്രാക്ടറുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സഫ്രോൻ സിറ്റി ആയിട്ടുള്ള കാതിരി എന്ന് പറയുന്ന പ്രദേശത്തായിട്ടാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഹിന്ദുപൂർ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ ഡിഫറൻ്റ് ആണ്. നരസിംഹസ്വാമി ക്ഷേത്രം വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ പേരിലാണ് ഈ ഒരു ടൗണിനെ അറിയപ്പെടുന്നത്. സഫ്രോൻ സിറ്റി എന്നും അറിയപ്പെടുന്നുണ്ട്. മല്ലികപ്പൂകളൊക്കെ തന്നെ ഇവിടുന്ന് കയറ്റിവിടുന്നു എന്നുള്ളൊരു പ്രത്യേകതയും ഈ ഒരു ടൗണിനുണ്ട്. കതിരി അഥവാ ഹിന്ദുപൂരിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ ഡിഫറൻ്റ് ആണ് കാണുന്നത്. ശ്രീ സത്യസായി ജില്ലയിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകിച്ച് കാണത്തക്ക വൈവിധ്യങ്ങളൊന്നും തന്നെ നമുക്കിവിടെ കാണാൻ സാധിച്ചില്ല. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് കൊണ്ട് തന്നെ ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെ തന്നെയാണ് ഈ ഒരു സഫ്രോൻ സിറ്റിയിൽ ഉള്ളത്. സിറ്റി എന്ന് അറിയപ്പെടുമെങ്കിലും കുങ്കുമപ്പൂവിൻ്റെ ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് സഫ്രോൻ സിറ്റി എന്ന് അറിയപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഇവിടെ ഇങ്ങനെയായിട്ട് മക്കാമ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു ടൗണ്. ഇവിടെ ബസ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടൗണിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിവിധ തരം തലകൾ കൊണ്ടുള്ള ഫ്ലെക്സുകൾ കാണുന്നുണ്ട്. ഇവർക്കൊക്കെ ഫ്ലെക്സ് ഒരു ഹരമാണ് എന്ന് തോന്നിപ്പോകും. എല്ലാ സ്ഥലങ്ങളിലും ഫ്ലെക്സ് കൊണ്ട് ഒരു കൂമ്പാരം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പോകുന്ന സ്ഥലങ്ങളിൽ ട്രാക്ടറിൽ മണലൊക്കെ വെച്ചിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇടങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ മുൻഭാഗത്തൊക്കെ ആയിട്ട് മണലൊക്കെ കൂട്ടിവെച്ചതും കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കെട്ടിടങ്ങൾക്കൊക്കെ തന്നെ നല്ല ഉറപ്പുണ്ടാകും എന്നുള്ളൊരു അഭിപ്രായത്തോട് കൂടിയിട്ടാണ് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇഷ്ടിക കൊണ്ടാണ് കൂടുതൽ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നത്. ടൗണിൻ്റെ വൈവിധ്യമാർന്ന കാഴ്ചയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഹോണടി ഇവർക്കൊരു ഹരമാണ്. ബ്രേക്കിന് പകരം ഇവിടുത്തെ ആളുകൾ ഉപയോഗിക്കുന്നത് ഹോണാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹോണടി കേട്ട് കഴിഞ്ഞാൽ മാറിക്കൊടുക്കുക, ഇല്ല എങ്കിൽ അവർ നമ്മൾ പണിതു പോകും എന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ബൈക്കിലൊക്കെ തന്നെ 3 പേരാണ് കണക്ക് ഇവിടെ. ചിലപ്പോൾ അത് 4ഉം 5ഉം ആകാം എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാലാണ് പോലീസ് പിടിക്കുക എന്നുള്ളതും നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ മാല പൊട്ടിക്കാനൊക്കെ വരുന്ന കള്ളന്മാരെ പോലെയാണ് ഹെൽമെറ്റ് വെച്ച ആളുകളെ കാണുന്നത്. സിറ്റി കറങ്ങുന്ന ഞങ്ങൾക്ക് സഫറോൺ എന്ന് പറയുന്ന സംഭവം അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊന്നും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല. പരന്നു കിടക്കുന്ന ഒരു ടൗണ് എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. നിഷ്കളങ്കരായിട്ടുള്ള ഒരുപാട് ആളുകളെ നമുക്കിവിടെ കാണാൻ സാധിച്ചു എന്നുള്ളത് വളരെ കൗതുകകരമാണ്.